കോംബോയെ കുറിച്ചിട്ടാണ് കേട്ടോ. നമ്മളിതിൻ്റെ പല ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ക്രീപ്പർ റോസ് കോംബോയിൽ ഉൾപ്പെടുന്ന തൈകൾക്കിടയിലാണ് ഞാൻ ഈ നിൽക്കുന്നത്. ഈ സൈസിനുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമ്മളിപ്പോൾ ക്രീപ്പർ റോസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ സൂപ്പർ ഫെയറി റോസാണ്. ഇത് കണ്ടോ, സൂപ്പർ ഫെയറി അടിപൊളിയായിട്ടുള്ള ഒരു ക്രീപ്പർ റോസാണ്. നല്ല രസമായിട്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പൂക്കളാണ് ക്രീപ്പർ റോസിൻ്റെ. നമുക്ക് സാധാരണ നമ്മുടെ നാട്ടിൽ ചെറിയ പൂക്കളാണ് ക്രീപ്പർ റോസിൽ വരിക അല്ലേ. പക്ഷേ ഈ സൂപ്പർ ഫെയറി റോസ് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള പൂക്കളാണ്. നിറച്ച് പിടിക്കുകയും ചെയ്യും, സീസൺ ഇല്ലാതെ തന്നെ പൂക്കുകയും ചെയ്യും. പിന്നെ അടുത്തത് വരുന്നത് വേണ്ടി നമ്മുടെ എന്താ പറയുക, ബേബി റൊമാൻറ്റിക്കാണ്. ബേബി റൊമാൻറ്റിക്ക താമര റോസ് എന്നാണ് ഞാൻ പറയുന്നത്. ഒരു താമര പൂ പോലെ ഇങ്ങനെ വിരിഞ്ഞ് വരുന്ന റോസാണ്. നല്ല രസമുള്ള റോസാണ് കേട്ടോ. അതിൻ്റെ ചന്ത ഇങ്ങനെ വിരിഞ്ഞ് വരുന്ന ചന്ത അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ്, അത് കാണേണ്ടത് തന്നെയാണ്. നല്ല രസമുള്ള റോസാണ്. ഇതും നമ്മുടെ ക്രീപ്പർ റോസ് കോംബോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഓർക്കിഡ് റോസ് റെഡ് അല്ലെങ്കിൽ എന്താ പറയുക, ഫെയറി റെഡ് എന്ന് പറയുന്ന റോസാണ്. അതും നമ്മുടെ ക്രീപ്പറായിട്ട് വളർന്നു പോകുന്ന, ക്രീപ്പറായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള റോസാണ് കേട്ടോ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ ഈ ക്രീപ്പർ റോസ് കോംബോ എനിക്ക് തോന്നുന്നു നമ്മൾ 2 മാസം മുന്നേ അനൗൺസ് ചെയ്തിരുന്നു. ഏതാണ്ട് 300ഓളം ഓർഡറുകളാണ് അന്ന് അതിന് വന്നിരുന്നത്. അപ്പോൾ ഞങ്ങൾ അത് 300 ഓർഡർ ആയപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്തിരുന്നു. കാര്യം കുറച്ച് റെയർ വെറൈറ്റി പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്രത്തോളം ഒരുപാട് ഓർഡർ ഇതിൽ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ അന്ന് അത് സ്റ്റോപ്പ് ചെയ്തിരുന്നത്. അന്ന് ഒത്തിരി പേർക്ക് ഓർഡർ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിരുന്നു. അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വീണ്ടും ഇതിപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പ്ലാന്റുകളൊന്നുമില്ല, ഒരു ലിമിറ്റിൽ നിർത്തിയിട്ട് നമ്മൾ ഓർഡർ ആകുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. കാര്യം റെയർ പ്ലാന്റുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. നോർമൽ പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് എത്ര കോംബോ വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഇതങ്ങനെ പറ്റില്ല. നല്ല രസമുള്ള പൂക്കളാണ്, വെറൈറ്റി പ്ലാന്റ്സ് ആണ്. അപ്പോൾ ആവശ്യക്കാരെ മിസ്സാക്കണ്ട കേട്ടോ. കാര്യം നമ്മുടെ വെബ്സൈറ്റിൽ ഇത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ കോംബോസൊക്കെ ഓർഡർ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. കോംബോസൊക്കെ കുറച്ച് ടൈം എടുത്ത് മാത്രമേ നമുക്ക് അയക്കാൻ പറ്റുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഈ കോംബോസും ഓഫറുകളും ഒക്കെ വരുമ്പോൾ ഒരുപാട് പേര് അത് ഓർഡർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ കുറച്ച് ടൈം നമുക്ക് പാക്ക് ചെയ്ത് അയക്കാനുള്ള ടൈം വേണം. അങ്ങനെ വെയിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രമേ കോംബോസൊക്കെ ഓർഡർ ചെയ്യാവുള്ളൂ കേട്ടോ. ബാക്കിയുള്ള നോർമൽ പ്ലാൻസുകൾ നിങ്ങൾക്ക് പറയുന്ന 10 to 15 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ കിട്ടുന്നുണ്ടാവും. പക്ഷേ കോംബോസ് ആകുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം കോംബോസ് ബുക്ക് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കോംബോ ഓഫർ ഇട്ടിരുന്നപ്പോൾ ഒത്തിരി പേര് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഈ കാണുന്നത് വൈറ്റ് ക്ലൈംബിംഗ് റോസ് ആണ്. നമ്മുടെ ക്ലൈമറ്റിൽ നന്നായിട്ട് പൂക്കുന്നതാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാ ക്ലൈംബിംഗ് റോസുകളും നമുക്ക് സിറ്റ് ഔട്ടിലോ ആർച്ചിലോ ഒക്കെ പടർത്തി വിടാൻ പറ്റുന്നതാണ്. നല്ല രസമായിട്ട് നല്ല ഇലകളോടുകൂടി നല്ല പൂക്കളോടുകൂടി വളരുന്നതാണ്. അപ്പോൾ പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഞങ്ങൾ ക്രീപ്പർ റോസ് വെച്ചിട്ട് പൂക്കണില്ലല്ലോ എന്നുള്ളത്. അതിനുള്ളൊരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ക്രീപ്പർ റോസ് എന്നല്ല, എല്ലാ റോസുകൾക്കും വെയിൽ വേണം പൂക്കാനായിട്ടെന്നുള്ളതാണ്. അപ്പോൾ വെയിലത്ത് വെക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ എനിക്കുണ്ടായ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ വാങ്ങിച്ചൊരു ക്രീപ്പർ റോസാണ്. പക്ഷേ ഇതതിൻ്റെ 1.5 വർഷമായി ഇതുവരെയും പൂത്തിട്ടില്ല എന്നൊരു കമൻറ്റ് കേട്ടു. സ്വാഭാവികമായിട്ട് നമ്മൾ അവരെ കോൺടാക്ട് ചെയ്തു. എങ്ങനെയാണ്, എന്താണ്, ഫോട്ടോ ഒന്ന് അയച്ചു തരാമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഫോട്ടോ കിട്ടിയപ്പോൾ കാണുന്ന എന്താണ്, കാർ പോർച്ച് ഉണ്ടല്ലോ, കാർ പോർച്ചിൻ്റെ ഒരു തൂണിലാണ് ഈ ക്രീപ്പർ റോസ് പടർത്തി വിട്ടേക്കുന്നത്. എന്നിട്ട് കാർ പോർച്ചിനകത്തേക്ക് പടർത്തി വിട്ടിരിക്കുക. ഒരിക്കലും അങ്ങനെയുള്ള റോസുകൾ പൂക്കില്ല കേട്ടോ. കാര്യം ഇത്രയും നിങ്ങൾ ഉദ്ദേശിച്ചാൽ മതി. റോസസ് എന്ന് പറഞ്ഞാൽ വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടികളാണ്. വെയിൽ വേണം അതിന് പൂക്കാനായിട്ട്. നമ്മളിപ്പോൾ സിറ്റ് ഔട്ടിലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൻ്റെ ഷെയ്ഡിലോട്ടൊക്കെ പടർത്തി വിടുന്നത് പലരും അങ്ങനെ പടർത്തി വിടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ പടർത്തി വിടുമ്പോൾ അതിലധികം പൂക്കൾ വരില്ല. കാര്യം മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ മാത്രമേ റോസുകൾ നല്ല രീതിയിൽ പൂക്കൾ തരുള്ളൂ. അപ്പോൾ ഞാൻ പലരും പൂക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവരുടെ പിന്നാമ്പുറം തേടി പോകുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച, ഒന്നുകിൽ അത് സിറ്റ് ഔട്ടിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക, അല്ലാന്നുണ്ടെങ്കിൽ കാർ പോർച്ചിലായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെയൊക്കെ തണലിലായിരിക്കും. അപ്പോൾ അങ്ങനെയൊന്നും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റോസസ് നന്നായിട്ട് പൂക്കില്ല. അത് ക്രീപ്പർ റോസ് എന്നല്ല, ഏത് റോസുകളായിരുന്നാലും റോസിന് നന്നായിട്ട് സൺലൈറ്റ് വേണമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നടുന്ന സമയത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് നടാൻ ശ്രമിക്കുക. ഇപ്പോൾ ചട്ടിയിലായിരുന്നാലും തറയിലായിരുന്നാലും നല്ല വെയിൽ കിട്ടുന്ന ഡയറക്റ്റ് സൺലൈറ്റ്, ഷെയ്ഡല്ല കേട്ടോ, വെളിച്ചമല്ല, ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലങ്ങൾ നോക്കി റോസുകൾ നട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് എപ്പോഴും പൂക്കൾ കിട്ടും. അതുപോലെ തന്നെ പ്രൂണിങ്, ഓരോ ട്രിപ്പ് പൂക്കൾ കഴിയുമ്പോഴും പ്രൂണിങ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നോഡുകളും കൂടുതൽ പൂക്കളും നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വളം ഇട്ട് കൊടുക്കുന്നത് നമ്മൾ DAP ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. DAP ഒക്കെ റോസുകൾ നന്നായിട്ട് പൂക്കാൻ വേണ്ടി സഹായിക്കുന്ന വളമാണ്. അപ്പോൾ ഒരു 2 ആഴ്ചയിലൊരിക്കൽ DAP കൊടുക്കാൻ ശ്രമിക്കുക. റോസിൻ്റെ ചുവട് മണ്ണ് ഇളക്കി DAP ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് റോസിനെ ബാധിക്കുന്ന അസുഖങ്ങളുണ്ടല്ലേ,
കുരുടിപ്പ് അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുക. വന്നു കഴിഞ്ഞാൽ നീം ഓയിലോ വെളുത്തുള്ളി കഷായമോ ഒക്കെ ഒഴിച്ചിട്ട് അതൊന്ന് ഒഴിവാക്കി വിടാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ റോസ് കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നല്ല അടിപൊളിയായിട്ട് പൂക്കൾ തരുന്നതാണ് റോസസ്. ക്രീപ്പർ റോസസ് ആയിരുന്നാലും നോർമൽ റോസസ് ആയിരുന്നാലും. അപ്പോൾ നമ്മൾ റോസിൻ്റെ പരിചരണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നല്ല ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല നീർവാഴ്ചയുള്ള മണ്ണായിരിക്കണം, അതുപോലെ നല്ല വെയിലുണ്ടായിരിക്കണം. നല്ല വെയിലില്ലാത്ത എവിടെ റോസ് വെച്ചാലും നിങ്ങൾക്ക് അധികം പൂക്കൾ കിട്ടില്ല. നിറച്ചത് ഇതുപോലെ പൂക്കൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്താ, നിങ്ങൾക്ക് ക്രീപ്പർ റോസസ് ഇഷ്ടമാണോ? ശരിക്കും നിങ്ങളുടെയൊക്കെ വീട്ടിൽ ക്രീപ്പർ റോസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല രസമുള്ള വെറൈറ്റി ക്രീപ്പർ റോസസ് ഉണ്ട്. അപ്പോൾ അതിലൊരു 8 ടൈപ്പ് ക്രീപ്പർ റോസസ് ആണ് നമ്മളിപ്പോൾ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വളരെ കുറഞ്ഞ വിലയിലാണ് നമ്മൾ ഈ കോംബോ ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. 580 രൂപയാണ് 8 പ്ലാന്റ്സുകളുടെ ക്രീപ്പർ റോസിന് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ഇതിൽ സൂപ്പർ ഫെയറി, അതുപോലെ തന്നെ നമ്മുടെ റെഡ് ഓർക്കിഡ് റോസ്, ഇതൊക്കെ ഏതാണ്ട് ഒരു പ്ലാന്റ് തന്നെ 250 രൂപ വില വരുന്ന പ്ലാന്റുകളാണ് വരുന്നത്. അപ്പോൾ ആ ഒരു അങ്ങനെയുള്ള പ്ലാന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കോംബോയാണ് നമ്മൾ 580 രൂപയ്ക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കിട്ടുന്ന അവസരത്തിൽ നിങ്ങൾ കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഓഫർ പിൻവലിച്ചതിന് ശേഷം പ്ലീസ് എന്നോട് അപ്ലോഡ് ചെയ്യാമോ എന്ന് പറയരുത്. കാര്യം ഇതൊന്നും നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന കോംബോസ് അല്ല. നമ്മൾ ബിഗിനേഴ്സ് റോസ് കോംബോ ഒക്കെ നമ്മുടെ വെബ്സൈറ്റിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് എപ്പോഴും ഉണ്ടാവുന്നതാണ് കേട്ടോ. ബിഗിനേഴ്സ് റോസ് കോംബോ എന്ന് വെച്ചാൽ നോർമലായിട്ട് ഉള്ള വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് എപ്പോഴും നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഇതുപോലുള്ള വെറൈറ്റി ആയിട്ട് വരുന്ന ക്രീപ്പർ റോസ് കോംബോസ് എപ്പോഴും കിട്ടണമെന്നില്ല, നമുക്ക് സ്റ്റോക്ക് എപ്പോഴും ഉണ്ടായിരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് അനൗൺസ് ചെയ്യുന്ന ടൈമിൽ തന്നെ കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ട ഈ വീഡിയോസിൽ ഉൾക്കൊള്ളിക്കേണ്ട വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾക്കനുസരിച്ച് നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയ റോസുകളെക്കുറിച്ച് അറിയാനും പുതിയ റോസ് കെയറിങ് ടിപ്സ് അറിയാനും പുതിയ ഓഫറുകളും അറിയാനും ഒക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ ഒത്തിരി പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും. ആ ബെൽ ബട്ടൺ കൂടെ നെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ക്രീപ്പർ റോസ് കോംബോ നമ്മുടെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മുടെ ഔട്ട്ലെറ്റ് ഇവിടെ കഴക്കൂട്ടമാണ്. കഴക്കൂട്ടത്തിനും കണിയാപുരത്തിനും ഇടയ്ക്ക് പുത്തൻതോപ്പ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്നൊരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഔട്ട്ലെറ്റ് വരുന്നത്. സാധാരണയായിട്ട് ലോഡ് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് എത്തിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കണ്ടില്ലേ, അടിപൊളി പൂക്കൾ എന്നും കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് റോസ് വളർത്താൻ പറ്റും. നല്ല വെയിലുള്ള സ്ഥലം തിരഞ്ഞെടുക്കണമെന്ന് മാത്രം. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും. ബെൽ ബട്ടൺ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.